അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ആദർശ് നയനോട് പ്രണയം ആരംഭിക്കാൻ കേട്ടോ. നയനോടും വല്ലാത്തൊരു പ്രണയത്തിലേക്ക് എത്താൻ കേട്ടോ. ആദർശ് തനിക്ക് ചെയ്യുന്ന നന്മകളെല്ലാം ആദർശ് ഓരോ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് നയനെ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ആദർശ് ആ പ്രണയമൊക്കെ മറന്ന ഒരു രീതിയിൽ നടക്കാണ്. നയനെ പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ, ആദർശേട്ടന്റെ ഉള്ളിലുണ്ട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിച്ചാൽ അമ്മ പിണങ്ങുമെന്ന് കരുതിട്ടല്ലേ എന്നോട് മിണ്ടാ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നയനെ പറയാണ്, എനിക്ക് മനസ്സിലാവും, അമ്മേനെയും വേദനിപ്പിക്കാൻ പറ്റില്ല, ഭാര്യയും വേദനിപ്പിക്കാൻ പറ്റില്ല, ആ ഒരു പ്രതിസന്ധിയിലാണ് ആദർശേട്ടനെന്ന്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ സാരമില്ല, ആദർശേട്ടനെ അമ്മേനെ സ്നേഹിച്ചാൽ മതിയെന്ന് ആദർശ് പറയുന്നുണ്ട്. സോറി, നയനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയണം, അല്ല നയന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പണ്ടത്തെ പോലെ ഇല്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനും നിന്നെ എനിക്ക് വെറുപ്പാണെന്നും കാണുന്ന പോലും ഇഷ്ടമില്ല എന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെക്കാളും ഏറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ എനിക്കാവില്ല എന്ന് പറയുന്നു. നയന പറയാണ്, അത് സാരമില്ല ആദർശേട്ടാ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. ഇത്രയും കാലം ആദർശനെ സ്നേഹിക്കുന്നില്ല എന്നോർത്ത് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു സമാധാനമുണ്ട്, ആദർശന്റെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയല്ലേ, അത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്കിത് മാത്രം മതി ആദർശേട്ട എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിന്റെ വീട്ടിലെ നീ രാജകുമാരിയെ പോലെയാണ് ജീവിച്ചത്, സ്വത്തും പണവും ഇല്ലെങ്കിലും. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളെ പോലെ നീ ഒരു ജോലിക്കാരിയെ പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നയന പറയാണ്, ഞാൻ അങ്ങനെ ജോലിക്കാരിയാവും, നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ വേണ്ടി ചെയ്യാൻ, നമ്മുടെ കാര്യവും നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യം നമ്മൾ നോക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു തൃപ്തി നൽകും, അതേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതിന് ഞാൻ മറ്റൊരിടത്തും കാണുന്നില്ല ആദർശേട്ടാ എന്ന് നയന പറയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും നിന്റെ മനസ്സിലെ നന്മ, പക്ഷെ നിന്റെ ചേച്ചിയുള്ള നവ്യ അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഗർഭിണിയാണെന്നും പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് നാണം കെടുത്തിയില്ലേ, എന്തൊക്കെ പ്രകടനങ്ങളാ അതിനുശേഷം കൂടെ നടത്തിയത്, ഒന്ന് ഓർക്കാൻ കൂടി വയ്യ. നിന്റെ ചേച്ചി തന്നെയാണോ അതെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. അപ്പൊ നയനെ പറയാണ്, കുട്ടിക്കാലം മുതലേ ചേച്ചിക്ക് എപ്പോഴും പണത്തുള്ള ഭയങ്കര ആർത്തിയായിരുന്നു, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള കാര്യം പോലും ചേച്ചി ഓർക്കുന്നില്ല. ചേച്ചിയുടെ മുമ്പിൽ എപ്പോഴും രാജകുമാരിയെ പോലെ ജീവിക്കണം, അതായിരുന്നു ആഗ്രഹം. അതിനാണ് ആദർശേട്ടനെ മനസ്സിലാക്കാൻ ആദ്യം നോക്കിയത്, പിന്നെ അബിയാണ് ഈ വീട്ടിലെ എല്ലാം എന്നറിഞ്ഞിട്ടാണ് ചേച്ചി വിവാഹം കഴിച്ചത്. പക്ഷെ എന്ത് പറയാനാ, പാവം അബദ്ധത്തിൽ ചെന്ന് ചാടിയില്ലേ എന്നൊക്കെ പറയാനട്ടോ. ആദർശ് പറയാണ്, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, എന്തായാലും ഈശ്വരനാണ് നിന്നെ എനിക്കായി നൽകിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നൊക്കെ ജലജ ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവരുടെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ കേട്ടോ. എന്താ ഞാൻ വന്നപ്പോ നിർത്തിക്കളഞ്ഞത്, ശരിക്കും ആരെയെ കുറിച്ചുള്ള കുറ്റം പറയായിരുന്നല്ലോ. അപ്പൊ ആദർശ് പറയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പലതും സംസാരിക്കും ചെറിയമ്മേ, അതൊക്കെ മറ്റുള്ളവരോട് പറയാൻ പറ്റൂ. അപ്പം ജലജ പറയാണ്, അത് ശരിയാ ആദർശ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോഴേക്കും ആദർശ് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ജലജയുടെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട്. അപ്പൊ ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ജലജ അങ്ങോട്ടേക്ക് വന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. നയന പറയാണ്, ഞാനെങ്കിൽ താഴേക്ക് ചെല്ലട്ടെ അപ്പച്ചി എന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പം നിന്നെ നയന എന്നും പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് ആ ജലജ ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോഴേക്കും എന്താന്ന് ചോദിച്ച് നയന ഇവിടെ നിൽക്കുന്നു. അപ്പൊ ജലജ പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, ആദർശനോട് ഭയങ്കര സ്നേഹമല്ലേ, പക്ഷെ ദേവിയരുടെ മുമ്പിൽ അവനിപ്പോ അഭിനയിക്കുകയല്ലേ, നിന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നീയുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് പോലെ. അപ്പൊ നയന പറയാ, അങ്ങനൊന്നും അല്ല, ആദർശേട്ടന് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെങ്കില് എല്ലാ ഒരു മനുഷ്യനെ പോലെ പരിഗണന എനിക്ക് നൽകുന്നുള്ളൂ. ആദർശേട്ടന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജഡ്ജി പറയാണ്, എനിക്ക് മനസ്സിലായി, നീ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ, ദേവയാനി അറിഞ്ഞാൽ അവനോട് വഴക്കുണ്ടാക്കും, അതുകൊണ്ടല്ലേ നീ ഒന്നും പറയാതെ ഇങ്ങനെ അടക്കി പിടിച്ച് നടക്കുന്നത്, എനിക്ക് മനസ്സിലാവും. നയനോട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വീട്ടില് എന്ത് അവകാശമുള്ളത്? അപ്പോഴേക്കും നയന പറയാണ്, ആദർശേട്ടന്റെ ഭാര്യ എന്നുള്ള അവകാശമുണ്ട്. അപ്പം ജലജി പറയാണ്, അതിനത് ആദർശ് ആരോടെങ്കിലും പറയുന്നുണ്ടോ? ആരുടെ മുമ്പിൽ വെച്ച് അവനങ്ങനെ പറയാതെ നിനക്ക് ഇങ്ങനോട്ടൊരു അവകാശം കിട്ടാനാ? നീ ഇപ്പം ഇവിടുത്തെ വേലക്കാരെ പോലെ തന്നെയാ എല്ലാവരും കണക്കാക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ആദർശം നിങ്ങൾ സംഭവിച്ചാൽ പോലും നീ വീടിന്റെ പടി ഇറങ്ങും. അപ്പോഴേക്കും നയന ജലജിയോട് ദേഷ്യപ്പെടണ്ടോ, അപ്പച്ചി എന്തൊക്കെയാ പറഞ്ഞത്? ആദർശയുടെ മേലെ സംഭവിക്കാനോ? എങ്കിൽ പിന്നെ ഞാൻ ഈ വീടിന്റെ പടിയിൽ നിന്ന് ഇറങ്ങുന്നേ, ആദർശന്റെ കൂടെ തന്നെ ഞാനും അങ്ങ് പോകും. അപ്പോഴേക്കും ജലജ, ഓഹോ അത്രയ്ക്കും സ്നേഹത്തിലായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഈ വീടിന്റെ സർവാധികാരവും ഇപ്പോഴും ദേവേന്റെ കയ്യിലാണ്, നിനക്കറിയോ? ഈ വീടിന്റെ തലമുറകളായിട്ട് ഏറ്റവും മൂത്ത മരുമക്കളാണ് വീടിന്റെ
എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും അവരുടെ കയ്യിലാണ്. ഈ അനന്തപുരയുടെ ചാവിയും അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ അധികാരങ്ങളും എടുക്കാനുള്ള അവകാശവും അവരുടെ കയ്യിലാണ്. അവരുടെ പണമിടപാടുകളും എല്ലാം അവരുടെ ഡീലിങ്സ് ആണ്. അതൊക്കെ നിനക്കറിയോ? ശരിക്കും ഇവിടുത്തെ മുത്തശ്ശിയായിരുന്നു ആദ്യത്തെ കാരണവത്തി. അതിനുശേഷം അത് ദേവേനയ്ക്ക് കൈമാറി. ദേവേനയുടെ മരുമകളായ നീ വന്ന് കയറുമ്പം ആ അവകാശങ്ങളെല്ലാം നിനക്ക് തരേണ്ടതാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഞാൻ ഈ അവകാശങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. ഈ വീട്ടില് ഒരു മരുമകളായിട്ട് എന്നെ അംഗീകരിക്കുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. ആദർശേട്ടൻ എന്നെ സ്നേഹിച്ച എനിക്കത് മാത്രം മതി. അല്ലാതെ വീടിന്റെ അവകാശമോ അധികാരമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഈ വീട്ടിലെ ജോലികൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നതിനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നു. അങ്ങനെ നയന ജലജയുടെ അടുത്തുനിന്നും ഇറങ്ങി പോവാനോട്ടോ. അപ്പൊ ജലജ ഓർക്കുകയാണ്, ഇവളെ കൊണ്ട് രക്ഷയില്ല, എങ്ങനെയെങ്കിലും ദേവയാനെ ചൂടുപിടിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ദേവേന അടുത്തേക്ക് പോകണട്ടോ ജലജ. എന്നിട്ട് പറയുന്നു, നയന ഇപ്പൊ എന്റെ സംസാരിക്കുന്നത് നീ കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ദേവേനി പറഞ്ഞു, ഞാൻ കണ്ടു, കുറെ നേരം എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? അപ്പൊ ജലജ പറയാണ്, അവളുടെ മനസ്സിലിരിപ്പ് ഞാൻ ഇന്ന് ശരിക്കും അറിഞ്ഞത്. അവൾ എന്താ പറഞ്ഞേ എന്ന് ദേവേനി ചോദിക്കുമ്പോ ജലജ പറയാണ്, വേറൊന്നുമല്ല, അവക്ക് ഈ വീടിന്റെ അവകാശം കിട്ടിയിട്ടില്ലെന്ന്. ദേവേനി ചോദിക്കുന്നു, അവകാശമോ? അവക്കെന്ത് അവകാശം? അപ്പൊ ജലജ പറയണ, അല്ല, നമ്മുടെ ഈ വീടിന്റെ കീഴ്വഴക്കം അനുസരിച്ച് ആദ്യത്തെ മൂത്ത മരുമകൾക്കല്ലേ എല്ലാ അവകാശങ്ങളും. ആദ്യം അമ്മയായിരുന്നു, അതിനുശേഷം ചേച്ചിയായിരുന്നു, പിന്നെ ഇപ്പം നയനയല്ലേ കിട്ടേണ്ടത്. നയനയാണല്ലോ മൂത്ത മരുമകൾ. അപ്പൊ അവക്കല്ലേ ഈ വീടിന്റെ സർവാധികാരവും കിട്ടേണ്ടത്. എന്നിട്ട് ഇപ്പോഴും അത് ദേവയാനി ചേച്ചി കയ്യിലടക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയാ മോശമായിട്ട് സംസാരിച്ചെന്നറിയാവോ? ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അവർക്ക് കാശിന്റെ അഹങ്കാരമാണ്, അവർക്ക് കാശും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, മറ്റൊരാൾക്ക് അധികാരം കൈമാറിയാൽ അവർ താന്നു പോകുന്നുള്ള പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നയന മോശമായിട്ട് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട് ദേവയാനോട് ജലജ കൊളുത്തി കൊടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും ദേവേനി ഇതെല്ലാം കണ്ണടിച്ച് വിശ്വസിക്കാനട്ടോ. നയന അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അങ്ങനെ ഉറഞ്ഞ തുള്ളി ദേവയാനി താഴേക്ക് ചെല്ലാണ്. അപ്പൊ ജലജ മുള്ളെന്ന് മനസ്സിലോർക്കാണ്, എന്തായാലും ഇന്നൊരു പൂരം നടക്കും, ഒന്നെങ്കിൽ അവൾ ഔട്ടാവും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ദേവേന നേരെ താഴേക്ക് ചെന്നിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ, വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. എടി നയനെ എന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുമ്പോഴേക്കും നയന എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അമ്മയോ? ആരടി നിന്റെ അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും എന്താ അമ്മ, എന്താ കാര്യം, എന്തിനു ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇരുന്നിടത്തൊന്നും ആദർശം എഴുന്നേക്കുന്നുണ്ട്. എന്താ അമ്മ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ ഇരിക്കടാ, എനിക്ക് ചോദിക്കാനുള്ളത് ഇവളോടാണെന്ന് പറയുമ്പോഴേക്കും അല്ല എന്താ അമ്മ എന്ന് ദേഷ്യത്തിലാണോ എന്ന് പറയുമ്പോൾ അല്ല, ഇവക്ക് ഈ വീടിന്റെ സർവാധികാരവും വേണോന്ന്. അപ്പോഴേക്കും ആദർശം ചോദിക്കുന്നു, അവളങ്ങനെ പറഞ്ഞോ? അപ്പൊ ദേവേനി പറഞ്ഞു, എന്നോടല്ല, ദാ ജലജയോട് പറഞ്ഞു, ഇവക്ക് ഈ വീടിന്റെ സർവാധികാരവും വേണം. ഇത്രയും കാലവുമായിട്ടും മൂത്ത മരുമകളായ ഞാനല്ലേ അടക്കി വാഴുന്നിരുന്നത്, ഇനി ഇവക്ക് അടക്കി ഭരിക്കണം. അതുകൊണ്ട് ഈ വീടിന്റെ ചാവി മറ്റുള്ള എല്ലാം ഇവക്ക് വേണമെന്ന് അവള് പറഞ്ഞത്. ഞാനൊരു വൃത്തികെട്ട സ്ത്രീയാണെന്നും ഞാൻ ക്യാഷും കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും അവള് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ചൂടാകുമ്പോഴേക്കും നയനെ പറയണ, അയ്യോ ഇല്ല ആദർശേട്ടാ, സത്യമായിട്ട് ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ദേവേനോട് ചോദിക്കാൻ പറഞ്ഞത് ജലജ അപ്പച്ചിയാണ്. അപ്പച്ചിയോട് പറയുകയായിരുന്നു, അധികാരങ്ങളെല്ലാം ഇപ്പോഴും ദേവേന്റെ കയ്യിലല്ലേ, മോളുടെ കയ്യിലേക്കാണ് വരേണ്ടതെന്നും പറഞ്ഞ് എന്നോട് ഉപദേശിക്കുകയായിരുന്നു. ഈ സ്വത്തും പണം ഒന്നും എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ മേളിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറയുമ്പോഴേക്കും ജലജ ഇറങ്ങി വന്നിട്ട് പറയണം, അല്ല പച്ചക്കള്ളം, ഇവളെന്നോട് പറഞ്ഞത് എല്ലാം അടക്കി വെച്ചിരിക്കുന്ന ആ സ്ത്രീ ഒരു ദുഷ്ടതയാണെന്നൊക്കെ പറഞ്ഞ് രാക്ഷസിയാണെന്നൊക്കെയാണ് ദേവേനെ കുറിച്ച് ഇവള് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അവള് പറയാണ്, സത്യമായിട്ടും ആദർശേട്ടാ എന്നെ വിശ്വസിക്കണേ, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയെന്ന് പറയുമ്പോഴേക്കും ജലജ പറയണം, പിന്നെ ഞാനാണോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്കറിയില്ല, സത്യമായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കൂടി ഇല്ല എന്ന് നയന പറഞ്ഞ് അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. ആദർശിനെ മുത്തശ്ശനും എല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ, നയനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും ആദർശ് പറയാണ്, മുത്തശ്ശി രണ്ടുപേരും ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതെന്ന് പറയുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മോനെന്ന് ചോദിക്കുമ്പം ഈ വീടിന്റെ കീഴ്വഴക്കം അനുസരിച്ച് മൂത്ത മരുമകളായിട്ട് നയന കയറി വന്നു കഴിയുമ്പം ആ അവകാശങ്ങളിലെ നയനയ്ക്ക് സ്വന്തമല്ലെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയണം, അതെ, പക്ഷെ അത് ദേവയാനി സന്തോഷത്തോടെ തന്നെ അവർക്ക് കൈമാറണം. കാരണം ദേവയാനാണല്ലോ ഇപ്പൊ ആ സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടത്തോട് കൊടുത്താൽ മാത്രമേ അത് നയനയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് ദേവേനോട് ചോദിക്കുകയാണ്, എന്താ അമ്മയുടെ തീരുമാനം എന്താ? നയനയ്ക്ക് അത് കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അപ്പോഴേക്കും ദേവേനി പറയാണ്, നീ എന്താടാ പറഞ്ഞത്? ഇവളെ ഞാൻ ഇവരുടെ സർഗാധികാരം ഏൽപ്പിക്കണോ? കൊള്ളാം, നല്ല കാര്യമായി. ഏത് ചെറ്റിക്കുടിയിൽ നിന്നും കള്ളത്തരം കാണിച്ചു വന്ന് കേറിയിട്ട് ഇവയ്ക്ക് അനന്തപുരയുടെ അവകാശം ഞാൻ കൊടുക്കണമെന്നാണോ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മയ്ക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? അമ്മയും നയനും തമ്മിൽ തെറ്റിച്ചിട്ട് ഈ വീട് കൂട്ടക്കലഹം ഉണ്ടാക്കാനും അമ്മ അതിന്റെ പേരിൽ നയനയോട് നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയൊക്കെ കാണിക്കുന്ന ഓരോ കോപ്രായമാണ് നമ്മുടെ ജലജാപ്പച്ചിയുടെ. അപ്പൊ ജലജ പറയാണ്, ഓഹോ, അപ്പം അങ്ങനെയാക്കിയല്ലേ, അപ്പൊ എന്നെ ആർക്കും വിശ്വാസം ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, എന്റെ പൊന്നു ജലജാപ്പച്ചി, എന്തിനാ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? നയന ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല എന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാ
എല്ലാവർക്കും അറിയാം. പിന്നെ അവളെ കുറിച്ച് കൂടുതലായിട്ടും ആരും ഒന്നും പറയുകയും വേണ്ട. ഈ വീടിന്റെ അവകാശം അതെന്തായാലും എന്റെ നയനയ്ക്ക് തന്നെ ഉള്ളതാണ്. കാരണം അവളാണ് എന്റെ ഭാര്യ, അവളാണ് ഈ വീടിന്റെ മൂത്ത കൊച്ചുമരുമകൾ. അതുകൊണ്ട് അടുത്ത അവകാശി അവൾ തന്നെയാ. എന്താണെങ്കിലും എന്റെ അമ്മയ്ക്ക് ഇത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന്റെ പേരിലൂടെ ആരും വേറെ തർക്കങ്ങളോ വാശിയോ ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ആദർശ് കയറിപ്പോവാണ് കേട്ടോ. അപ്പൊ നയനയും കരഞ്ഞുകൊണ്ട് ആദർശിന് പുറകെ പോകുമ്പോഴേക്കും മുത്തശ്ശിയും പറയണ, മോളെ ഒരു സെക്കൻഡ് നമ്മളെ നിന്നേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ദേവയാനി ഞാനൊരു കാര്യം പറയണ, ഇനി എന്റെയും ഇവളുടെയും കാലം കഴിഞ്ഞാൽ പോലും നീ ഇത് കൊടുക്കാതിരിക്കരുത്. ഇത് ഈ അച്ഛന്റെ തീരുമാനമായിട്ട് നീ എടുക്കണം. ഈ മൂർത്തിയുടെ ഞാൻ ഉണ്ടാക്കിയതാണ് സ്വത്ത് മുതലെല്ലാം ഞാൻ തന്നെ. ഈ വീടിന് സ്ത്രീകൾക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്ത്രീകളാകുമ്പോൾ അതിന്റെ കാര്യഗൗരവത്തോടു കൂടി വീട് നന്നായിട്ട് നോക്കും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം നീ ഈ വീട് വളരെ മനോഹരമായി തന്നെയാണ് കൊണ്ടുപോയത്. ഇനി ഞങ്ങളുടെ കാലശേഷം ഈ വീട് അന്യാധീനപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നീ നിന്റെ മരുമകളായ നയനമോളെ അതേൽപ്പിക്കണം. നയനമോൾക്ക് അതിനുള്ള കഴിവും കാര്യപ്രാപ്തിയും ക്ഷമയും അതിനുള്ള മനോധൈര്യവും അതുപോലെ തന്നെ എല്ലാ കഴിവുകളും സൽസ്വഭാവവും എല്ലാം ഉണ്ട്. അവളാണ് ഏറ്റവും ഒത്തിണങ്ങിയവൾ. അതുകൊണ്ട് എന്നായാലും ഈ വീടിന്റെ അധിക സർവാധികാരവും നയനയുടെ കൈകളിൽ ഭദ്രമായിരിക്കണം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും ദേവേനി ഒന്നുകൂടെ എന്നെ കലിപ്പിച്ചവിടെ നിൽക്കാൻ കേട്ടോ.